ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമുക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരും വിട വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിട വാങ്ങുന്ന സമയത്ത് നമുക്ക് ഏറെ വിഷമം ഉണ്ടാവുമെങ്കിലും ഞാൻ വിട വാങ്ങിയാൽ വിഷമിക്കരുത് ഡോക്ടറെ, നിങ്ങൾ കാണുന്ന ഏതൊരു രോഗിയെപ്പോലെ ഉള്ളൂ ഞാനും എന്ന് എന്നോട് പറഞ്ഞ് യാദൃശ്ചികമായി പരിചയപ്പെട്ട് പിന്നെ വളരെ നല്ല ഒരു സുഹൃത്തായിട്ട് മാറിയ സലീമേട്ടനും വിട വാങ്ങിയിരിക്കുകയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. ക്രമേണ അദ്ദേഹവുമായിട്ടുള്ള സംസാരം അടുപ്പമായി. അങ്ങനെ ഒടുവിൽ അദ്ദേഹം പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഹോസ്പിറ്റലായ സമയത്ത്, അമൃത ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ ആയ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് തന്നെ സംഭവിച്ചു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചെറിയ പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിനെ, പ്രത്യേകിച്ച് ടി വിയിൽ കോമിക് കോളേജിലൊക്കെ അന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അന്ന് നമുക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ, ടി വി കാണുമ്പോൾ തന്നെ ചിരി വരും. ഈ കോമിക് കോള കാണുന്നത് തന്നെ അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് കോളേജ് കാലഘട്ടം വരുന്ന സമയത്താണ് കല്യാണ രാമൻ പോലുള്ള പല സിനിമകൾ വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോമഡി കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ കയറിയിരുന്ന ആരാണ് ഞാൻ. അത് കൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് 2021 എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരടുത്ത ഫാമിലി ഫ്രണ്ടായിരുന്നു സലീമേട്ടൻ. ആ സമയത്ത് അതുവരേക്കും നമ്മൾ സലീം കുമാർ എന്ന് വിളിച്ചിരുന്നത്. സലീം കുമാറുമായിട്ട് പരിചയപ്പെടാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. പക്ഷേ പരിചയപ്പെട്ടതിന് ശേഷം സലീം കുമാർ എന്നുള്ളത് സലീമേട്ടൻ എന്നാണ് പിന്നെ വിളിച്ചിരുന്നത്. ക്രമേണ ആ പരിചയം അടുപ്പമായിട്ട് മാറി. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് കരൾ രോഗമുണ്ടായിരുന്നു. അദ്ദേഹം കരൾ മാറ്റിവെച്ചു. അതിന് ശേഷമൊക്കെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പലരും വിചാരിക്കുന്നത്, ഇപ്പോൾ തന്നെ ടി വിയിൽ കരൾ രോഗത്തിന് ദീർഘകാലമായിട്ട് ചികിത്സയിലായിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് സിനിമാക്കാരനല്ലേ, നല്ല വെള്ളമായിരുന്നു, അങ്ങനെയാണ് സലീം ചേട്ടന് കരൾ രോഗം വന്നതെന്ന്. അല്ല, സലീം ചേട്ടൻ അങ്ങനെ മദ്യപിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് കരൾ രോഗം വന്നത് മദ്യപിച്ചിട്ടുമല്ല. പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറിനൊക്കെ മരിച്ചതും കരൾ രോഗമായിട്ടാണ്. പാരമ്പര്യത്തിൽ വരുന്ന ഒരു ജനിതകമായിട്ട് കിട്ടുന്ന കരൾ രോഗത്തിൻ്റെ ഒരു ഇരയാണ് സലീമേട്ടൻ. അങ്ങനെ സലീമേട്ടൻ എനിക്ക് തോന്നുന്നു 2008 2009 കരൾ രോഗം ബാധിച്ചു. 2010 അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള സിനിമ, പ്രത്യേകിച്ച് ചട്ടമ്പി നാട് പോലുള്ള സിനിമകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി അദ്ദേഹം ബെറ്ററായി വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, കോവിഡ് സമയത്തെല്ലാം തന്നെ എത്രത്തോളം അദ്ദേഹം സമൂഹത്തിൽ ആക്റ്റീവായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാനും അദ്ദേഹവും തമ്മിൽ ഈ 2021 പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് വൃക്ക രോഗം പിടിപെട്ടിരുന്നു. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലുള്ളൊരു ദുശീലമല്ല. ആപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ദുശീലം എന്ന് പറയുന്നത് ബീഡി വലി മാത്രമായിരുന്നു. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ട്. ക്രമേണ നമ്മൾ ഫോണിലൂടെ ഡെയിലി സംസാരിക്കും. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ തന്നെ, പ്രത്യേകിച്ച് സിനിമയ്ക്ക് പോകാതെയോ ആൾക്കാരുടെ ഇടയിലേക്ക് പോകാതെയോ വീട്ടിൽ തന്നെ അദ്ദേഹത്തിനൊരു മുറിയുണ്ട്. ആ മുറിയിൽ തന്നെ അദ്ദേഹം ഇരിക്കും. അദ്ദേഹത്തിന് ഇരിക്കാനും പൊതുവേ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകളുടെ മസിലുകൾക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ക്രമേണ അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞാനും അദ്ദേഹവും തമ്മിൽ അടുപ്പമായി. സലീമേട്ടൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മുമ്പ് അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് എന്താണ്, അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് തമാശയാണ്. സിനിമയിൽ മാത്രമല്ല, തമാശയാണ്. പക്ഷേ എന്നോട് സംസാരിച്ച സമയം, കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ നമ്മൾ സംസാരിച്ച സമയത്തും എന്നോട് അദ്ദേഹം തമാശയൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സിനിമയും രാഷ്ട്രീയവും ഒഴികെ. വ്യക്തമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. പക്ഷേ അദ്ദേഹവും ഞാനും തമ്മിൽ സിനിമയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് ചുറ്റും, അതിന് പുറത്തുള്ള ലോകം, അദ്ദേഹം കണ്ട ലോകങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. കൃത്യമായിട്ട് ജീവിതത്തിലുള്ള കാഴ്ചപ്പാടുകൾ. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ അറിയാം, അദ്ദേഹം യുക്തിവാദം, കൃത്യമായിട്ട് ദൈവമില്ല അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു തമാശയുടെ ഭാഗമായിട്ട് മാത്രം കാണുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് പകുതി തമാശ പോലെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ യുക്തിവാദിയായിരുന്നു. അത് ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്കിലൊന്നും കാണുന്ന ഈ അത്താഴത്തിന് വേണ്ടി അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പിന് വേണ്ടി യുക്തിവാദം ചെയ്യുന്ന ആൾക്കാരല്ല ഡോക്ടറെ. നല്ല ഒറിജിനൽ യുക്തിവാദി, മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന, അതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അത് കണ്ട് വളർന്നു തന്നെയാണ് സലീമേട്ടനും. 2018 അന്ന് പ്രളയം വന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം സമൂഹത്തിൽ ആക്റ്റീവായിരുന്നു എന്നുള്ളത് പരവൂരുകാർക്കറിയാം, കൊച്ചിക്കാർക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഒരു ക്യാമ്പ് തന്നെ
ഉണ്ടായിരുന്നത്. ആ ലെവലിൽ സമൂഹത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ പുറത്തൊന്നും ഇറങ്ങാതെ 2021 വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു കാലഘട്ടം. അദ്ദേഹമായിട്ട് ഡെയിലി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കൃഷി നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോകുന്ന പൊക്കാളി നെൽവിത്തുകൾ അദ്ദേഹം ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ പാടശേഖരത്ത് പരവൂർ അദ്ദേഹം തന്നെ കൃഷി ചെയ്ത് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വീഡിയോ കോളിലൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള കൃഷി കാണിച്ചു തരും. അദ്ദേഹം ദിവസവും ഞാൻ അദ്ദേഹത്തിന് കുറച്ച് എക്സസൈസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഡെയിലി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൃഷി പാടങ്ങളിൽ പോയി എനിക്ക് അതെല്ലാം കാണിച്ചു തരും. അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സാധാരണ സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് കുറേ കാലം വളരെ അടുത്ത ബന്ധം. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഡെയിലി ജീവിതത്തിൻ്റെ ഈ ഒരു അപ്ഡേറ്റ്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ഉച്ചയാകുമ്പോൾ എന്നെ വിളിക്കും. 2021 കേട്ടോ. ഉച്ചയാകുമ്പോൾ എന്നെ വിളിക്കും. നമ്മൾ ചില ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കും, ചില ദിവസങ്ങളിൽ 1 മണിക്കൂർ വരെ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ നാൾ അദ്ദേഹമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് സുനിത ചേച്ചി വളരെ പാവം, സലീമേട്ട എന്ത് പറയുന്നോ ആ ലെവലിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അന്നും അദ്ദേഹം അമൃതയിൽ തന്നെയാണ് ചികിത്സ തുടർന്നുകൊണ്ടിരുന്നത്. കൃത്യമായി ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യും ജീവിച്ചിരുന്ന മനുഷ്യൻ. അതിനുശേഷം അദ്ദേഹം വൃക്ക രോഗമുണ്ടെങ്കിലും വൃക്ക മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതി അല്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ക്രമേണ തിരിച്ച് സൊസൈറ്റിയിലേക്ക് വന്നു. ചെറിയ ചെറിയ സിനിമകൾ അഭിനയിച്ചു. ഈവൻ 2026 തന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റക്കൊമ്പൻ, ടിക്കി ടാക്ക പോലുള്ള സിനിമകൾ, പൃഥ്വിരാജിൻ്റെ ഖലീഫ പോലുള്ള സിനിമകൾ ഇനി റിലീസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇനി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഈ വർഷവും കാണും. അങ്ങനെ നിന്ന ഒരു മനുഷ്യനാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾക്ക് അറിയാം, എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരവൂര് നൽകിയിട്ടുള്ള ഒരു ചടങ്ങിലാണ് അദ്ദേഹം അവസാനമായിട്ട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചിട്ട് പ്രത്യേകിച്ച് കരൾ രോഗം ഉണ്ടായിരുന്നു, കരൾ മാറ്റിവെച്ചു. എന്നിരുന്നാൽ തന്നെയും തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ പുതിയ കരളുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ശരീരത്തിനുണ്ടാവും. പ്രത്യേകിച്ച് പാരമ്പര്യം ജനിതക പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ കരളിന് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ആകാം, അല്ലെങ്കിൽ ഈ വൃക്കരോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിനെ നിങ്ങൾ ടി വിയിലൊക്കെ കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ഫേസിലൊക്കെ വന്നിട്ടുള്ള മാറ്റവും. പണ്ട് നമുക്ക് കണ്ട സലീമേട്ടനല്ല ഇപ്പോൾ നിങ്ങൾ ടി വിയിൽ കണ്ടിരുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസൺ നമ്മൾ സമൂഹത്തിലേക്ക് പോകുന്നു. മഴക്കാലമാകുന്ന സമയത്തുണ്ടാകുന്ന വൈറസ് ഇൻഫെക്ഷൻസ് അദ്ദേഹത്തിന് അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അന്നും ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പുറത്തേക്ക് സമൂഹത്തിലേക്കെല്ലാം പോകുമ്പോൾ മാസ്ക് ഒക്കെ അണിയണമെന്ന്. പക്ഷേ ഒരു കലാകാരന് തൻ്റെ മുഖം ഒളിച്ചു വെച്ചുകൊണ്ട് സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. എത്ര തന്നെ വിചാരിച്ചിരുന്നാലും അദ്ദേഹം മനുഷ്യനാണ്. മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം ആ മനുഷ്യത്വം അദ്ദേഹം കാണിക്കുകയും ചെയ്യും. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ കാണുന്നത് അത് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വൈറസ് ഇൻഫെക്ഷൻ ആകാം. ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു പനി ബാധിച്ചു, അത് ചുമ, ന്യൂമോണിയ ആയിട്ട് ശ്വാസകോശത്തിനെ ബാധിച്ചു എന്നുള്ളൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് വൃക്കരോഗമുള്ള ഒരാളിന്, കരളിന് ആരോഗ്യക്കുറവുള്ള ഒരാളിന് ഇത്തരത്തിൽ ശ്വാസകോശത്തിന് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് പലപ്പോഴും അത് ഓവർകം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ശരീരത്തിനകത്ത് ഈ വൃക്കരോഗമുള്ളവർക്കൊരു നീർക്കെട്ടൽ, അതായത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്വാസകോശത്തിന് ഈ ഒരു ഫ്ലൂയിഡ് റിട്ടൻഷൻ വന്നു കഴിഞ്ഞാൽ ചുമ വന്നാൽ മാറാൻ പാടാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന സിഗരറ്റ് വലിയുടെ ശീലം അറിയാമല്ലോ. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശം കുറച്ച് വീക്കാണ്. ഈ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ന്യൂമോണിയ കടുത്ത രീതിക്ക് വന്ന് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ 56 വയസ്സെന്ന് പറയുന്നത് ഇനിയും ഒരു 30 വർഷം സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റേതല്ലാതായിട്ടുള്ള കാരണം, പാരമ്പര്യത്തിൽ വരുന്നതിന് സലീമേട്ടൻ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ആ രീതിക്ക് വന്നിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ആ കരൾ രോഗവും തുറന്നുണ്ടായ വൃക്കരോഗവും തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മരണത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മറക്കത്തില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി അതേ നാൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഡോക്ടർ, ഞാനും ഒരു നാൾ വിട്ടുപോകും. പക്ഷേ ഡോക്ടർ കാണുന്ന ഏതൊരു രോഗിയെയും പോലെ ഉള്ളൂ ഞാൻ, ഒരു മനുഷ്യൻ. ഡോക്ടറിന് 1-2 ദിവസം ഒരുപക്ഷെ ഈ ഒരു ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഏതൊരു മനുഷ്യനും അത്രയേ ഉള്ളൂ. അദ്ദേഹവും ജീവിതത്തിൽ മനുഷ്യരുമായിട്ടുള്ള ഒരു അകലം, കാരണം ഈ ഒരു കോവിഡ് സമയം മുതൽ കൃത്യമായിട്ട് മനുഷ്യരെ മനസ്സിലാക്കി മനുഷ്യരുടെ സ്വഭാവം തിരിച്ചറിഞ്ഞ് ആ ഒരു രീതിക്ക് പോകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹവും പ്രത്യേകിച്ച് കേൾക്കുന്ന മരണങ്ങളിൽ ഒരുപാട് സങ്കടപ്പെടാറില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിലും ആരും വലുതായിട്ട് സങ്കടപ്പെടരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് എനിക്ക് പരവൂരേക്ക് പോകാൻ സാധിച്ചില്ല, ഇന്ന് സാധിക്കുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത ആ സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾ മാത്രം മനസ്സിലുണ്ടാവും. ബൈ.